യെസ്, ചന്ദ്രദാസ് ഹിയർ. ഡ്രൈവറുടെ ബോഡി വാട്ട്? ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് സാർ. സാർ ഉടനെ വരണം. പോസ്റ്റ്മോർട്ടം നടക്കട്ടെ, ഞാൻ വരാം. വരുമല്ലോ. വരാന്ന്. എന്തു പറ്റി ചന്ദ്രേട്ടാ? ആരാത്? എങ്ങോട്ടായി ആ സമയത്ത്? പാതാളത്തിലോട്ടം. നിനക്കിടന്ന് ഉറങ്ങിക്കൂടെ? ചന്ദ്രേട്ടന് ഇത് എന്തു പറ്റി? ചാടിപ്പോയ ഡ്രൈവറുടെ ശവം പൊന്തിയിരിക്കുന്നു. ഡീറ്റെയിൽസ് മതിയോ? ആദ്യമായിട്ടല്ലല്ലോ ഇതുപോലുള്ള സീൻസ് ഫേസ് ചെയ്യുന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എല്ലാം വിവരിക്കാറുള്ള ആൾക്ക് ഇത്തവണ മാത്രം എന്താ ഒരിക്കലും ഇല്ലാത്തൊരു സീക്രസി? എന്റെ ചങ്ക് പൊട്ടുന്നു. എനിക്കാരുമില്ല. എന്റെ മോള് കരയാതെ പൊന്നു സാറേ, എന്റെ ആമ്പർന്നോനെ കൊന്നു സാറേ. അവര് കൊന്നു. എനിക്കാരുമില്ല സാറേ. എന്റെ ആമ്പർന്നോനെ കൊന്നു സാറേ. അവര് കൊന്നു കൊന്നു സാറേ. കൊന്നു സാറേ. എനിക്കാരുമില്ല. ബോഡി കാണണോ? വേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ തളരേണ്ട സമയമല്ലത്. അവിടെ ഇരുന്ന് കരയുന്ന ഇവന്റെ പെണ്ണുമുള്ള ഉണ്ടല്ലോ, അവളെ ചിലപ്പോ സംഗതി അലമ്പാക്കും. എങ്ങനെ? പ്രതിപക്ഷത്തെ 3-4 ചോട്ടാ നേതാക്കള് അവളുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. അവന്മാരിനി ഇത് കുത്തിപ്പൊക്കി ജാഥ, ധർണ, നിരാഹാരം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അങ്ങ് CBI വരെ പോവും. അതെ, മുതലാളിയോടൊരു വാക്ക് ചോദിച്ചാലോ? അല്ല, ഇപ്പൊ വേണ്ട, നേരം വളർന്നിട്ട് മതി. മുളയിലെ ഇത് നുള്ളാനുള്ള വിദ്യ ചിലപ്പോ അദ്ദേഹം പറഞ്ഞത്. അവിടെ നെഞ്ചത്തടിയും നിലവിളിയും കണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മുതലാളി. ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്ത് 2 തവണ ഇമ്മോറൽ ട്രാഫിക്കിന് എന്റെ മുമ്പിൽ വന്ന കേസാ അത്. അന്നവളെ പൊക്കിക്കൊണ്ട് വന്നവനെ ഞാൻ മൊട്ടയടിച്ചു വിട്ടതാ. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ എനിക്കിട്ട് മെക്കിട്ടേറാൻ വന്നാലേ എന്റെ വായിരിക്കുന്ന വല്ലോ കേക്കുവേ. താനിന്ന് സർവീസിലില്ല, അത് ഓർമ്മ വേണം. ഒന്ന് നിർത്തറോ. മനുഷ്യൻ ഇവിടെ അകവാള് വെട്ടി നിൽക്കുമ്പോഴാ എന്റെയൊക്കെ അവന്റെ പെണ്ണും പിള്ളേക്ക് ഇത്തിരി കാശോ വല്ലതും കൊടുത്ത് ഒതുക്കാം, ഇല്ലയോ? അവൾ ഒതുങ്ങിയില്ലെങ്കിലോ? ഒതുങ്ങിയില്ലെങ്കിൽ അപ്പം അറുവേല പറഞ്ഞാലാ ആ വെടി തീർന്ന കുറെ എണ്ണത്തിന് ചെല്ലും ചെലവും കൊടുത്ത് വിട്ടിരിക്കുന്നത്. അത് കലക്കി. കലക്കിയോ? കലക്കി. ആരുടെ കലക്കി? ആ സർക്കിൾ ഇൻസ്പെക്ടർ പപ്പനാഥനെ വിളിക്കടാ. എന്താ സാറേ ഈ ആ സമയത്ത്? പേടിക്കണ്ട കല്യാണി, നിനക്കൊരു ഗുണം വരുന്ന കാര്യത്തിന്. അത്താഴമൊക്കെ കഴിഞ്ഞ് പിള്ളേര് കിടന്നോ? അല്ല, സാറ് വന്ന കാര്യം പറഞ്ഞില്ല. അത് കള. ഞാൻ പറയാതെ തന്നെ നീ അത് ഊഹിച്ചു കാണും. പോയവര് പോയടി. ഇനിയിപ്പം കേസിനും ബുക്കാറിനും ഒന്നും പോയിട്ട് കാര്യമില്ലെന്നാ മുതലാളി പറയുന്നു. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു തൊഴിൽ അങ്ങേര് തരും. പിന്നെ തൽക്കാലം ആവശ്യത്തിന് ഇതങ്ങോട്ട് വെച്ചോ. വെച്ചോടി. പിന്നൊരു കാര്യം, ഈ കാശ് വാങ്ങിച്ച് ഞണ്ണിട്ടേ കണ്ട തുക്കട രാഷ്ട്രീയക്കാരുടെ കൂടെ സിന്ദാബാദ് വിളിക്കാൻ നിന്ന പപ്പനാവൻ സാറിന്റെ ഈ സ്നേഹമൊക്കെ അങ്ങ് പോകും. ഓഹോ. അല്ല, ഇതാര് വിശ്വനാഥനോ? സാറെന്താ ഇവിടെ? ഞാനും എന്റെ ആൾക്കാരും ഒക്കെ 2 ദിവസമായിട്ട് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. ആണും തൂണില്ലാത്ത വീടല്ലേ? അതെ അതെ അതെ. ഈ ഏരിയയില് ചില കൂതറ കോളേജ് പിള്ളേരുണ്ട്. കേപ്പോരും കേൾവിയില്ലാത്ത വീടുകൾ അവന്മാരുടെ നോട്ടം. അവന്മാരെ ഞാൻ പോകുന്നുണ്ട്. അതായിക്കോ. പക്ഷേ ഞാൻ കറങ്ങുന്നത് അതിനല്ല. കല്യാണിയുടെ ആമ്പറന്നോനെ ആരാണ്ട് കൊന്നതാണെന്നുള്ളത് ഉറപ്പ്. കൊന്നവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാ ശവം പൊങ്ങിയത്. ആ നിലയ്ക്ക് കേസ് ഇനിയും കുത്തിപ്പൊക്കാതിരിക്കാൻ കല്യാണിയെ സ്വാധീനിക്കാൻ ആരേലും വരും. അങ്ങനെ വരുന്നവന്മാരെ പിടിക്കുക, മർമ്മം നോക്കി 2 പൂജക, സത്യം പറയിക്കുക. അതാ എന്റെ ലക്ഷ്യം. കഷ്ടകാലത്തിന് കൈവന്ന് ചാടിയത് പപ്പനാവൻ സാറായിപ്പോയി. എന്ത് ചെയ്യാനാ? സമയദോഷം. സ്വന്തം തന്തയെ കൊന്നവനാ ചന്തക്കാട് വിശ്വൻ. ഒരു കൊലപാതകം കൂടി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ പപ്പനാവ. നടന്ന എന്താണെന്ന് മണി പോലങ്ങ് പറഞ്ഞാട്ടെ. വേണ്ട വേണ്ട, സിനിമാ സ്റ്റൈൽ തപ്പിത്തടഞ്ഞ് വായു വലിച്ച് പറയുന്നത് എനിക്ക് കേൾക്കണം.
ധാരമുറിയാതെ 1 by 1, ഇൻസിഡന്റ് ബൈ ഇൻസിഡന്റ്. പറയും. ചന്ദ്രദാസ് ഡ്രൈവർ തങ്കപ്പനെ ചോദ്യം ചെയ്യുന്നു. ഫ്ലാഷ് ബാക്ക് അവിടെ നിന്ന് തുടങ്ങട്ടെ. ഹലോ സാർ, ഇത് ഞാനാണ് വിശ്വനാഥൻ, ചന്തക്കാട് വിശ്വൻ. എനിക്ക് സാറിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? പറയാനുള്ളത് ഓഫീസ് ഒന്ന് പറഞ്ഞാൽ മതി. സാർ, എനിക്ക് പറയാനുള്ളത് ആ ഡ്രൈവറുടെ കൊലപാതകയെ കുറിച്ചാണ്. നിയമപാലകൻ തന്നെ കൊലപാതകയാവുമ്പോ നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് പരാതി പറയാനാ? നിർത്തണം. ചന്തക്കാട്ടി വന്ന് എച്ചിൽ നിന്ന പോലീസുകാരനല്ല ഞാൻ. സാർ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ... വേണ്ട, നിന്നെപ്പോലൊരു ബോൺ ക്രിമിനലിന്റെ സഹായം ഒന്നും എനിക്ക് ആവശ്യമില്ല. നമ്മൾ കണ്ടുമുട്ടാനുള്ള വേദിയിൽ വെച്ച് കണ്ടുമുട്ടും, വിത്തിൻ നോ ടൈം. ഇനി ആ സമയത്ത് തന്നെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിച്ചാൽ ഐ വിൽ റിയാക്ട് അപ്പോൺ യു. യു ആർ ട്രാപ്ഡ് മാൻ, യു ആർ ട്രാപ്ഡ്. ബ്ലഡി ഫൂൾ, യു ആർ ട്രാപ്ഡ്. കൊറേ നേരമായല്ലോ. ആരാ? എന്റെ നെഞ്ചത്തോട്ട് റിയാക്ട് ചെയ്യുമെന്നു. ജീവൻ രക്ഷിച്ചവൻ ഒരു ആപത്തുണ്ടായപ്പോ സഹായിക്കാമെന്ന് വെച്ചപ്പോ റിയാക്ട് ചെയ്യടാ പുല്ലേ. വിശ്വനാണോ പറയുന്നേ? ചന്തക്കാട് വിശ്വൻ. കൊലപാതകയെ അറസ്റ്റ് ചെയ്യുക. കൊലപാതകയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് രാജ് വേണ്ടേ വേണ്ട. കൊലപാതകയെ അറസ്റ്റ് ചെയ്യുക. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുക. ഏഴുറേറ്ററെ അറസ്റ്റ് ചെയ്യുക. വേഗം എന്തായാലും ചെയ്തേ പറ്റൂ. ഇവന്മാർക്ക് ഈ തോന്നിയാസം കാണിക്കാൻ ആരാ അനുവാദം കൊടുത്തേ? റൈറ്ററേ, വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് സാവകാശം ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ആലോചിച്ചിരിക്കാൻ എവിടാ സമയം? പപ്പനാവനെ ഒരു കലക്ടറേറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പേ എന്തായാലും ചെയ്യണം. റൈറ്ററേ, അത് ജനങ്ങൾ... എന്തോന്ന് ജനമാണെന്ന്. നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ വിചാരിച്ച ഒതുക്കാൻ പറ്റാത്ത ജനമുണ്ടോ ഇവിടെ? സർ, പത്മനാഭനെ അവർ പിടിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ മോബ് വയലന്റ് അല്ല. അത്രയും പേരുടെ നേരെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ... ഫോണും ചെയ്തുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. താൻ ഏത് കോപ്പിലാണ് പോലീസാടും? കയറ് വീഴും തന്നെ കഴുത്തെ, കൊലക്കയറ്. കളക്ടർ നമ്മുടെ കൈ നിൽക്കുന്ന ആളല്ല, പുതിയ ആളാ. പപ്പനാവൻ അവരോടെല്ലാം പറഞ്ഞോണ്ടല്ലോ. മേല് കീഴ് നോക്കാൻ പറ്റിയ സമയമില്ലിത്. പപ്പനാവനെ രക്ഷിച്ചിട്ടും കാര്യമില്ല, വെട്ടി വെച്ച് കൊന്നുകളാ. കൊലപാതകയെ അറസ്റ്റ് ചെയ്യുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഉത്തരവാദിത്വപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ അക്രമാസക്തമായ ജനക്കൂട്ടം തടഞ്ഞു വച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തെ വിട്ടുതരണം. ഇവൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരനല്ല. ഈസ് എ മർഡറർ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? പ്രതികളെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലാൻ ഇവനക്കാർ അധികാരം കൊടുത്തു? അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്യുക. സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയിൽ നിങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നശിച്ചിരിക്കുന്നു. ഈ കുറ്റവാളിയെ ഞങ്ങൾ ജില്ലാ കളക്ടറിന് മുമ്പായി ഹാജരാക്കാൻ പോവുകയാണ്. ഈ ജനക്കൂട്ടം അക്രമാസക്തരല്ല. ഞങ്ങൾ അക്രമാസക്തരായാൽ ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. മിസ്റ്റർ വിശ്വനാഥൻ, കടുത്ത പോലീസ് നടപടികൾക്ക് ഞങ്ങളെ നിർബന്ധിക്കരുത്. അയാളെ വിട്ടുതരണം. മിസ്റ്റർ ചന്ദ്രദാസ്, തെരുവിൽ വെച്ചൊരു ബലപരീക്ഷണത്തിന് നിങ്ങൾ മുതിരരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കുറ്റവാളിയെ ഞങ്ങൾ കളക്ടറിന് മുമ്പിൽ ഹാജരാക്കാം. ചന്ദ്രദാസ്, പ്ലീസ് എന്നെ വിശ്വസിക്കണം. ഞാൻ നിങ്ങൾക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ വന്നതാണ്. ഡ്രൈവറെ കൊന്നു നിങ്ങളല്ല, ഇവനാണ്. ഇറ്റ് വാസ് എ ട്രാപ്പ്. പറടാ, ഡീറ്റെയിൽസ് വേണ്ട. ഒറ്റ വാക്കിൽ കൊന്നത് നീയാണോ? യെസ് ഓർ നോ?
പോലീസ് സ്റ്റേഷൻ ഡ്രൈവർ കൊന്നതാരാണ്? പറയൂ. പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർ കൊന്നതാരാണ്? ഞാനാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പറയൂ. വിശ്വനാഥൻ സാർ